എങ്ങനെയൊക്കെയോ വീട്ടിലെത്തിയ അവന്റെ അവസ്ഥ കണ്ട് അച്ഛനും അമ്മയും ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ നിന്ന് പിന്നെ പോലീസായി, കോർട്ടായി. പക്ഷേ ജഡ്ജ് ഒരു മലരനായിരുന്നു. മിനിമം ശിക്ഷ, വെറും മിനിമം ശിക്ഷയായിരുന്നു ഡാമർ ആ കുട്ടിയോട് ചെയ്തതിന് ഈ മാക്രിക്കണ്ണൻ മലരപ്പൻ അവന് കൊടുത്തത്. ഇത് കഴിഞ്ഞ് ഡാമറിന്റെ അച്ഛൻ അവനെയും വിളിച്ച് അമ്മമ്മയുടെ വീട്ടിൽ വരും. അവിടെ നിന്ന് അവസാനമായിട്ടൊരു ഡിന്നറും കഴിച്ച് എങ്ങോട്ടേലും പൊക്കോളണമെന്ന് പറയും പുള്ളി. അതിനിടയ്ക്ക് അമ്മമ്മയുടെ ആ ബോക്സ് തിരിച്ചു ചോദിക്കും. ഇവൻ അതെടുത്തിട്ട് കീ കണ്ടില്ല, അത് കണ്ടില്ല, ഇത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അച്ഛൻ ഞാൻ ഇന്നത് വെട്ടി കീറുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് കിച്ചണിലേക്ക് പോകും. ആ സമയം കൊണ്ട് ഡാമർ ആ ബോക്സ് തുറന്ന് അതിലിരിക്കുന്ന തല എടുത്തു മാറ്റും. അച്ഛൻ തിരിച്ചു വരുമ്പോഴേക്കും അവൻ കീ കിട്ടിയെന്നും പറഞ്ഞ് എടുത്തു കൊടുക്കും. അത് തുറന്നു നോക്കുമ്പോൾ കുറച്ച് പ്ലേ ബോയ് മാഗസീൻസ് മാത്രമേ ഉണ്ടാവൂ. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഡാമറിന്റെ അച്ഛൻ ഷരിയോട് പറയും, ഇതൊക്കെ എന്റെ തെറ്റാണ്, ഞാൻ അവനെ ശ്രദ്ധിക്കണമായിരുന്നു എന്ന്. കോർട്ട് ട്രയൽ സമയത്ത് വിക്ടിംസിന്റെ ഫാമിലി പറയുന്നത് കേൾക്കാൻ പോലും ആ അഴുക്ക ജഡ്ജ് നിന്നില്ല. ആ പയ്യന്റെ അച്ഛന്റെ നോട്ടം ഡാമറിന്റെ അച്ഛനെ വല്ലാണ്ട് വേദനിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഡാമറിന്റെ അച്ഛൻ അവന്റെ ശിക്ഷ കഠിനമാക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ എഴുതും. അവന് വേണ്ട കൗൺസിലിംഗ് ചെയ്യണമെന്നും പറയും. പക്ഷെ ഇതൊന്നും അവിടെ നടക്കില്ല. അവൻ ജസ്റ്റ് ഒരു വർഷം അവിടെ കിടന്നിട്ടിങ്ങി ഇറങ്ങി വരും. അവിടെ അവന് വേണ്ട ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഡാമറിന്റെ അച്ഛൻ തകർന്നു പോകും. കറക്ഷൻ സെന്ററിൽ നിന്ന് പുറത്തു വന്ന ഡാമർ പുതിയ ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങും. ഇവിടെ നിന്നാണ് ഇനി ഇവൻ ബാക്കി കൊലകൾ ചെയ്യുന്നതും പിടിക്കപ്പെടുന്നതും.